സാംസങ്ങിന്റെ സാംസങ് M14 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M14 4G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം, ഇതിൽ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പ്രോസസ്സറും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ പൊതുവേ ഇപ്പം 10,000 രൂപയ്ക്ക് താഴെ അധിക ഫോണുകളിലും നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായിട്ട് വരുന്ന 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കി മിക്ക ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഈവൻ HD റെസൊല്യൂഷൻ വരുന്നതും നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാറില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ആ ഒരു ടൈമിൽ ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ LCD പാനലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൈസ് റേഞ്ചിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പഞ്ചോൾ ഡിസൈൻ ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈവൻ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് എന്നുണ്ടെങ്കിലും അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഫുൾ HD റെസൊല്യൂഷനും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 194 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ആർട്ടിക് ബ്ലൂ അതുപോലെ തന്നെ സഫയർ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസിലുള്ള 1 year സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 കൊല്ലത്തെ OS അപ്ഡേറ്റ് ഇത് ലഭിക്കുന്നതായിരിക്കും. നല്ലൊരു കാര്യം തന്നെയാണ്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഓൺ പേപ്പർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. അപ്പം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണിലൊക്കെ അവർക്ക് ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജർ കൊടുക്കായിരുന്നു. എന്തായാലും ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 8499 രൂപയാണ്. 6GB റാം വെർഷൻ്റെ വില വരുന്നത് 11499 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുള്ളൂ. എന്നാലും ബാക്കി മൊത്തം ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോണാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എന്തായാലും സാംസങ് M14 4G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.